ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വൈകുന്നേരം ഞാൻ ഓല കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണേ. ഇന്നിവിടെ പറമ്പിൽ തേങ്ങ ഇടുന്നുണ്ടായിരുന്നു, അപ്പോൾ ആ കൂട്ടത്തിൽ കുറച്ച് മടൽ വീഴിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഓല കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചൂലുണ്ടാക്കാമല്ലോ. ഇപ്പോൾ ഓൾറെഡി ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചൂല് തീരാറായിട്ടുണ്ട്. അപ്പോൾ ഈ ഓല കട്ട് ചെയ്ത് കൊണ്ട് വെക്കുകയാണെങ്കിൽ ചൂലുണ്ടാക്കാമല്ലോ. വൈകുന്നേരം ആയിട്ടോ ഗൈസ്, കാരണം ഞാൻ ഇന്ന് വന്നപ്പോൾ തന്നെ ലേറ്റായി. എന്തായാലും ഓല കട്ട് ചെയ്ത് വെച്ചേക്കാമെന്ന് വിചാരിച്ചു, കാരണം രാവിലെ എന്തായാലും സമയം കിട്ടത്തില്ലേ. ഇവിടെ കുറേ ഓല വീഴിച്ചിട്ടുണ്ട്, പക്ഷേ നമുക്ക് കുറച്ച് പച്ച ഓല നോക്കിയെടുക്കാം കേട്ടോ. കാരണം ഈ ഉണക്ക ഓല എടുത്തിട്ടുണ്ടെങ്കിൽ അത് ചീകി എടുക്കാൻ വേണ്ടി പാടായിരിക്കും. എന്തായാലും എനിക്കൊരു പച്ച ഓല കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞാനത് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണേ. ഞങ്ങളുടെ ഇടുക്കിയിലൊക്കെ ഈ ഓല കട്ട് ചെയ്യുന്നതൊക്കെ ഒരു പ്രത്യേക പരിപാടിയാണ് കേട്ടോ. കാരണം ഓല വീഴുമ്പോഴേ പോയി നമ്മൾ എടുത്തുകൊണ്ട് ഒരു മടൽ എടുത്തുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ ഓല കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ചീവി ഇങ്ങനെ ചൂല് ഓരോ കെട്ടാക്കി വെക്കുക. എന്നിട്ട് ചൂല് തീരുന്നതനുസരിച്ച് നമ്മൾ ഈ ഉജാലയുടെ ബോട്ടിലുണ്ടല്ലോ, അത് കട്ട് ചെയ്ത് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിനകത്ത് ഈ ഈർക്കിൽ ഫില്ല് ചെയ്ത് നല്ല ടൈറ്റ് ചെയ്ത് ചൂലാക്കുക. അങ്ങനെയായിരുന്നു കേട്ടോ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. ഇടുക്കി എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര വികാരമാണ് ഗൈസ്. അപ്പോൾ ഞാൻ ഓല കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതിൻ്റെ തണ്ട് വരുന്ന മടലെന്ന് പറയണേ, ആ മടൽ കട്ട് ചെയ്ത് അവിടെ ഇടുന്നുണ്ട്. കാരണം നല്ല വെയിലാണല്ലോ, അപ്പോൾ അത് ഉണങ്ങി കഴിയുമ്പോൾ കത്തിക്കാൻ ഉപയോഗിക്കാമല്ലോ. അതുകൊണ്ട് അത് വെട്ടിയിട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ പറമ്പിലൊരു കുളമുണ്ട് കേട്ടോ. 1-2 മീനൊക്കെ അതിനകത്ത് ഉണ്ടാകുമെന്ന് തോന്നുന്നു. ജോയിലൊക്കെ അത് കണ്ടുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഓലവെട്ടലേക്ക് ഞാൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നാളെ വേണം ഇത് ചീകി എടുത്തൊരു ചൂലാക്കി സെറ്റാക്കാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.